ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. എല്ലാവർക്കും നമസ്കാരം. മാതൃകാ പുരുഷോത്തമൻ, ആദർശവാൻ, ഉത്തമ പുരുഷൻ, ഭക്തവത്സനായ സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ ജാതകമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. തുഞ്ചത്ത് എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണത്തിൽ ബാലകാണ്ഡത്തിൽ ശ്രീരാമസ്വാമിയുടെ ജനനസമയത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന നേരത്തെങ്കിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അത്യുച്ചസ്ഥനായിട്ടല്ലോ അത്യുച്ചസ്ഥന ഉദയം കർക്കിടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായ മകരം രാശി തന്നിൽ നിൽക്കുന്ന നേരത്തിൽ അവതരിച്ചിടിന ജഗന്നാഥൻ. ഇങ്ങനെയാണ് രാമായണത്തിൽ പരാമർശിക്കുന്നത്. ഉച്ചത്തിൽ പഞ്ചഗ്രഹം, 5 ഗ്രഹം ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്താണ് ശ്രീരാമസ്വാമിയുടെ ജന്മം. നക്ഷത്രം പുനർവസു, നക്ഷത്രം പുനർവസു എന്ന് പറഞ്ഞാൽ പുണർദാണ് നക്ഷത്രം. നവമിയല്ലോ തിഥി, തിഥി നവമിയാണ് അന്ന്. അതുകൊണ്ടാണ് നമ്മൾ ശ്രീരാമനവമി ആഘോഷിക്കുന്നത്. നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അത്യുച്ചനായിട്ടല്ലോ അർക്കനും അത്യുച്ചന് ഉദയം കർക്കിടകം. കർക്കിടക രാശിയുടെ അധിപനാണ് ചന്ദ്രൻ. ചന്ദ്രനാണ് നക്ഷത്രാധിപൻ. നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അത്യുച്ചസ്ഥനായിട്ടല്ലോ. അതായത് ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ വ്യാഴാണ്, ദേവഗുരുവാണ്. വ്യാഴം ചന്ദ്രനോട് കൂടെ കർക്കിടകത്തിലാണ് നിൽക്കുന്നത്. വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് കർക്കിടകം. അതുകൊണ്ട് വ്യാഴം ഉച്ചത്തിലാണ്. അർക്കനും ഉച്ചസ്ഥനായ കർക്കിടകം. അർക്കൻ എന്ന് പറഞ്ഞാല് സൂര്യനാണ്. സൂര്യന്റെ ഉച്ചരാശി മേടാണ്. സൂര്യൻ മേടത്തിലാണ് നിൽക്കുന്നത്. മേടമാസത്തിലാണ് ശ്രീരാമസ്വാമിയുടെ ജന്മം. ഉദയം കർക്കിടകം, കർക്കിടക രാശി സമയത്താണ് ജന്മം. അതായത് ലഗ്നം കർക്കിടക ലഗ്നമാണ്. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും. അർക്കജൻ എന്ന് പറഞ്ഞാല് അർക്കന്റെ അജൻ, അതായത് അർക്കന്റെ മകൻ, അതായത് സൂര്യന്റെ മകൻ. അതാണ് ശനി. ശനി ഉച്ചത്തിലാണ്. അതായത് തുലാം രാശിയാണ് ശനിയുടെ ഉച്ച രാശി. ശനി തുലാം രാശിയിലാണ്. ഭാർഗവൻ എന്ന് പറഞ്ഞാല് അസുരാചാര്യനായ ശുക്രാചാര്യൻ, ശുക്രനാണ്. ശുക്രൻ ഉച്ചത്തിലാണ്, മീനത്തിലാണ്. ശുക്രൻ മീനത്തിലാണ്. വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നെ. വക്രം എന്ന് പറഞ്ഞാല് കുജനാണ്. കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വ. ചൊവ്വ ഉച്ചരാശിയായ മകരം രാശിയിലാണ്. അപ്പോൾ സൂര്യൻ, ചൊവ്വ, വ്യാഴം, ശുക്രൻ, ശനി ഈ 5 ഗ്രഹങ്ങളും ഉച്ചത്തിലാണ്. ഒരു ഗ്രഹത്തിന്റെ ഉച്ചരാശി എന്ന് പറയുന്നത് ഗ്രഹം പൂർണ്ണ ബലവാനായിട്ടാണ്. അതായത് 60 ഡിഗ്രി ബലമാണ് ആ ഗ്രഹത്തിനപ്പം ഉള്ളത്. രാമായണത്തിൽ പറയുന്നത് രാമായണത്തിൽ പറയാത്ത 2 ഗ്രഹങ്ങൾ രാഹുവും കേതുവാണ്. ശ്രീരാമസ്വാമിയുടെ ജാതകത്തിൽ രാഹു ധനുവിലും കേതു മിഥുനത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ബുധൻ നിൽക്കുന്നത് ഇടവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയാണ് ശ്രീരാമസ്വാമിയുടെ ഗ്രഹനില. നമുക്ക് ശ്രീരാമസ്വാമിയുടെ ഗ്രഹനില പരിശോധിക്കാം. ലഗ്നം കർക്കിടക ലഗ്നാണ്. ലഗ്നം ചന്ദ്രൻ വ്യാഴം. ശനി തുലാത്തിലാണ്. രാഹു ധനുവിലാണ്. ചൊവ്വ മകരത്തിലാണ്. ശുക്രൻ മീനത്തിലാണ്. സൂര്യൻ മേടത്തിലാണ്. ബുധൻ ഇടവത്തിലാണ്. കേതു മിഥുനത്തിലാണ്. ധാരാളം രാജയോഗങ്ങളാണ് ഈ ജാതകത്തിലുള്ളത്. ഒന്നാമത്തെ ഗജകേസരി യോഗം. പിന്നെ പഞ്ചമഹാപുരുഷ യോഗത്തിൽ 5 യോഗങ്ങളാണ് പഞ്ചമഹാപുരുഷ യോഗം. അതിൽ 3 യോഗങ്ങൾ ശ്രീരാമസ്വാമിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് രുചകയോഗം, ഹംസയോഗം, ശശയോഗം. മറ്റു യോഗങ്ങളായ ശുഭ ഉപചാരി യോഗം, മാനവശ്രേഷ്ഠ യോഗം, ധാമയോഗം, രാജമന്ത്രി യോഗം, പുഷ്കലായോഗം, ലക്ഷ്മി യോഗം എന്നീ യോഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് പറയാനുള്ള ഗജകേസരി യോഗം. ഗജകേസരി യോഗം എന്ന് പറഞ്ഞാൽ ധനവാൻ സ്വകുലാധിപോ മഹാപ്രാജ്ഞ ഗ്രാമപുര നഗരകർത്ത സഹസ്രമാസേഷു ജീവിതം വിദ്യാ. ധനവാനാവുക. സ്വകുലാധിപോ, കുലത്തിന്റെ അധിപനാവുക. അതാണ് ശ്രീരാമസ്വാമി കുലത്തിന്റെ അധിപനാണ്. മഹാപ്രാജ്ഞ ഗ്രാമപുര നഗരകർത്ത, ഗ്രാമം പുരം നഗരം അവരൊക്കെ കർത്താവാവുക. സഹസ്രമാസേഷു ജീവിതം, സഹസ്രമാസം എന്ന് പറഞ്ഞാൽ 1000 ചന്ദ്രമാസം. 1000 ചന്ദ്രമാസം എന്ന് പറഞ്ഞാൽ 83.5 വർഷം എന്നൊക്കെയാണ് കണക്ക്. പക്ഷെ നല്ല ആയുസുള്ള ആളാവുക എന്നാണ് അതിന്റെ ഫലം. പിന്നെ രണ്ടാമത്തെ തന്നെ രുചകയോഗമാണ്. ഉത്സാഹ ശൗര്യ ധനസാഹസ്വാൻ പ്രസിദ്ധ ശ്രീമാൻ രണേഷ് വിജയി നൃപവല്ലഭസ്ഥ പിത്തോൽബണോസ് ബലയുധബലോതിരോഷു. ഉത്സാഹമുള്ള ആളാവുക, ശൗര്യമുള്ള ആളാവുക, ധനസാഹസ്വാൻ ധനമുള്ള ആളാവുക,
സാഹസ പ്രവൃത്തികൾ ചെയ്യുന്ന ആളാവുക, പ്രസിദ്ധനാവുക, ശ്രീമാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ആളാവുക, രണേഷ് വിജയി ഏത് യുദ്ധത്തിലും വിജയിക്കുന്ന ആളാവുക, നൃപവല്ലഭച്ച നൃപൻ രാജാവിനും എല്ലാവർക്കും ഇഷ്ടമുള്ള ആളാവുക, പിത്തോൽബണോ തടിച്ച ശരീരമാണ്, ബലയുദ്ധോ നല്ല ബലമുള്ള ആളാണ്, ബലയുദ്ധോ ചപലോതി രോഷോ വളരെ രോഷാകുലം, എന്താ പറയാ കോപാകുലനായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും തടയാൻ പറ്റില്ല എന്നാണ് ശ്രീരാമസ്വാമിയുടെ നമ്മളെ രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്. നമ്മളെ രാമേശ്വരത്തേക്കുള്ള ആ രാമസേതു ബന്ധനം തീർക്കാൻ വേണ്ടി ചെയ്യുമ്പോ എന്താണ് ശ്രീരാമസ്വാമി നമ്മളെ സമുദ്രദേവനെ പ്രാർത്ഥിച്ചിട്ട് സമുദ്രദേവൻ വരാണ്ടിരിക്കുന്ന സമയത്ത് ശ്രീരാമസ്വാമി അമ്പും വില്ലും തൊടിച്ച് അതിരോക്ഷനായിട്ട് ഞാൻ ഒരു അമ്പ് ചെയ്ത് ഈ കടല് തന്നെ ഇല്ലാതാക്കും എന്ന് പറയണൊക്കെ ഉണ്ട്. ആ രുചയോഗത്തിന്റെ ഫലം അപ്പോഴാണ് കാണിക്കുന്നത്. പിന്നെ അടുത്ത ഹംസയോഗം, അർത്ഥധർമ്മ സുഗത നൃപപൂജ്യ ക്ലേഷ്മളോ ഗുരുസുര നിജഭക്ത സുസ്വര പ്രജിത കീർത്തിരുദ്ധാരോ ഹംസജ സുരുചര ചിരഞ്ജീവി. അർത്ഥധർമ്മ അർത്ഥം നല്ല ധനമുള്ള ആളാവുക, ധർമ്മിഷ്ഠനാവുക, എന്ത് ധർമ്മത്തിന് വേണ്ടി എന്തും പോരാടി നേടും, ധർമ്മത്തിന് ചുതി വരാതെ ധർമ്മം പരിപാലിക്കുന്ന ആളാണ്. സുഗത നൃപപൂജ്യ എന്ന് പറഞ്ഞാൽ രാജാവിനെ ഇഷ്ടമുള്ള ആളാവാൻ. ശ്ലേഷ്മളോ ഗുരു ഭക്തനാവുക, സുരഭക്തൻ ഗുരുസുര ഭക്തൻ ആവുക, ദ്വിജഭക്ത ഭക്തനാവുക. സുസ്വരം എന്ന് പറഞ്ഞാൽ മനോഹരമായ സ്വരമുള്ള ആള്, മനോഹരമായ സംസാരമുള്ള ആളാവുക, ആർക്കും ഇഷ്ടപ്പെടുന്ന സംസാരം ഉള്ള ആളാവുക. പ്രജിത കീർത്തരുദ്ധാരോ ഹംസജ സുരചര, ഹംസത്തെ പോലെ 1000 മാസങ്ങൾ ജീവിക്കണം, സുരുചിര ചിരഞ്ജീവി ആവുക എന്നാണ്. അതൊക്കെയാണ് ഹംസയോഗത്തിന്റെ. അടുത്ത ശശയോഗമാണ്. രാജപ്രിയോ ദേശപുരാതിനാഥോ ഭക്തോ ജനന്യാം കൃഷിധാനിയുക്ത വാദോൽപണശ്യാമ കൃഷാന്തേഷ്ടി ശശോത്ഭവസ്യാൽ പരശാഢ്യവേദി. രാജപ്രിയോ രാജാവിന് ഇഷ്ടവന, ദേശത്തിന്റെ നാഥനാവുക, രാജാവാണ് ആള്. ഭക്തോ ജനന്യാം ജനനി ഭക്ത അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആളാവുക. കൃഷിയും ധാന്യം സ്വത്തുക്കളും സമ്പാദ്യമൊക്കെയുള്ള ആളാണ്. ശ്യാമ കൃഷാന്തേഷ്ടി, ഈ നമ്മളെ ഈ ശ്രീരാമസ്വാമിയും ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ ശ്യാമവർണ്ണം എന്ന് പറയാ, കറുത്ത വർണ്ണാണ് ഇത്ര ശരിക്കും. അവരൊക്കെ എല്ലാവരും നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ വെളുത്ത വർണ്ണങ്ങൾ പോലെ, ശരിക്കും അങ്ങനെയല്ല, കറുത്ത വർണ്ണാണ് ഇത്ര പറയാ. അത് ഭംഗിയുള്ള ഒരു കറുപ്പാണ്, അഴകാർന്ന കറുപ്പ് എന്നാണ് അതിൽ പറയുന്നത്. ശ്യാമവർണ്ണം ശങ്കേഷ്ടി ശശോത്ഭവത്താൽ പരശാഢ്യരീതി, മറ്റുള്ളവരെ കളവ് കണ്ടെത്താൻ നിപുണനാവുക. അടുത്ത യോഗം എന്ന് പറയുന്നത് ശുഭ ഉപചേരി യോഗം വന്നിട്ടുണ്ട്. മുഖരോജ്ഞാനി ബലവാൻ ജ്ഞാനിയവ സുബന്ധുനാഥു നരേന്ദ്രദൈരസ്യാൽ നിത്യോത്സാഹി വാഗ്മി. മുഖരോജ്ഞാനി വളരെ ജ്ഞാനമുള്ള ആളാവ, ബലവാൻ സുബന്ധുനാഥു നല്ല ബന്ധുക്കളുടെ നാഥനാവുക, നരേന്ദ്രദേവസ്ഥാൻ നരേന്ദ്ര രാജാവാവുക തന്നെ. എല്ലാ യോഗത്തിലും രാജാവാവുക എന്നുള്ള രാജയോഗങ്ങളാണ് അതൊക്കെ. അപ്പൊ രാജാവാവുക എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെ. നിത്യോത്സാഹി, ഉത്സാഹിക്കണം, എന്തൊരു കാര്യത്തിനാണെങ്കിലും ഉത്സാഹിച്ച് അത് നേടുന്നവരെ ഉത്സാഹിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാവുക. ഇപ്പൊ എന്താണ് ആ യുദ്ധത്തിൽ തന്നെ സീതാദേവിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉത്സാഹിക്കണം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തിട്ട് നമ്മളെ ആ കർത്തവ്യം പൂർത്തീകരിക്കുന്ന ആളാവുക, അത്രയും നിപുണനാവുക. വാഗ്മി വാക്കുകൊണ്ട് ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ആളാവുക. ഇതൊക്കെ ഈ യോഗത്തിൽ പറയുന്നതാണ്. അതേപോലെ മാനവശ്രേഷ്ഠ യോഗം. ഭാഗ്യാദിവേ വിലഗ്നേ ദുശ്ചികേവാഭി ധർമ്മകേവാഭി ബലവത്തുച്ഛകദേവ മാനവശ്രേഷ്ഠ, മാന്യമായും ശ്രേഷ്ഠമായും, അതായത് ഭാഗ്യാധിപൻ ലഗ്നത്തിലോ 9-ലോ 3-ലോ ഉച്ചത്തിലോ വന്നു കഴിഞ്ഞാൽ മാനവശ്രേഷ്ഠ യോഗമാണ്. ശ്രീരാമസ്വാമിയുടെ ജാതകത്തിൽ ഭാഗ്യാധിപൻ ലഗ്നത്തിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയാണ്. അപ്പോ മാന്യമായും ശ്രേഷ്ഠമായും ജീവിക്കേണ്ട യോഗമാണ്. അതേപോലെ ദാമയോഗം കിട്ടിയിട്ടുണ്ട്. ദാമയോഗം എന്ന് പറഞ്ഞാൽ 6 ഗ്രഹങ്ങൾ 6 രാശികളിലായിട്ട് ഗ്രഹങ്ങൾ നിൽക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല ദാനശീലനാവുക, പരോപകാരി തൽപരനാവുക, വളരെ പശുക്കളെ രക്ഷിക്കുന്ന ആളാവുക. അതൊക്കെ നല്ല നല്ല യോഗങ്ങളാണ്. രാജമന്ത്രി യോഗം കിട്ടിയിട്ടുണ്ട്. അതായത് കർമാധിപേ സ്വച്ഛകതേ രാജമന്ത്രി ഭവേന്ദ്ര, കർമാധിപൻ ഉച്ചസ്ഥനായിട്ട് വന്നു കഴിഞ്ഞാൽ രാജമന്ത്രി ആവുന്നതാണ്, രാജാവാവുന്ന. പുഷ്കലയോഗം കിട്ടിയിട്ടുണ്ട്. പുഷ്കലയോഗേ ജാതോ ഭൂമിപാല നിത്യം, അത് ഭൂമിപാലകനായ തീർച്ചയായും രാജാവാകും. ഈ പുഷ്കലയോഗം വന്ന് തീർച്ചയായും രാജാവാകുന്ന, രാജകുലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ചക്രവർത്തി ആവുന്നതാണ്.
ഈ യോഗത്തിന്റെ ഫലം. അടുത്ത ലക്ഷ്മി യോഗമാണ് കിട്ടിയിരിക്കുന്നത്. ലക്ഷ്മി യോഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സൽഗുണങ്ങളുള്ള ആളാവുക, വളരെ ദേശങ്ങളുടെ നാഥനാവുക, വിദ്യ, വളരെ യശസ്, സൗന്ദര്യം, അങ്ങനെ സൽസന്താനങ്ങള്, സർവ്വരാജാക്കന്മാരോടും വന്ദിക്കുന്ന ആളാവുക. ആ ലക്ഷ്മി യോഗമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് വരുന്ന യോഗം. അതൊക്കെ ശ്രീരാമസ്വാമിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ 9ാം ഭാവാധിപൻ ലഗ്നത്തിലൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛന് ഇഷ്ടമുള്ള ആളാവുക എന്നാണ് അതിന്റെ അത് വരുന്നത്. അതേപോലെ ചന്ദ്രനും വ്യാഴം കൂടി ഗജകേസരി യോഗം വരുമ്പോൾ എപ്പോഴും പീസ് മൈൻഡർ, അത് എന്ത് കാര്യവും ഫേസ് ചെയ്യുന്നത് വളരെ ശാന്തിയോടെ സമാധാനത്തോടെ എന്ത് പ്രശ്നം ആള് സോൾവ് ചെയ്യണം. അത് അല്ലാണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ പെട്ടെന്ന് ചിലവരുണ്ടല്ലോ രോക്ഷാകരലായിട്ട് പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെയൊന്നുമില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ് ആള്. ഈ വയലൻസ് അറ്റ് ലാസ്റ്റ് റിസോർട്ട് എന്നാണ്. അതായത് ദേഷ്യമൊക്കെ ലാസ്റ്റാണ്. അത്രയും ഇതാവുമ്പോ മാത്രം ആള് ദേഷ്യപ്പെടുള്ളൂ. എപ്പോഴും ആളുടെ ഒരു പ്രകൃതം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ശാന്ത സ്വരൂപനാണ് ശ്രീരാമസ്വാമി. പിന്നെ ഓരോ ഗ്രഹങ്ങള് ഓരോ രാശിയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ നേരത്തെ ഗ്രഹനില നമ്മൾ കണ്ടല്ലോ, 10ലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പൊ ഇഷ്ടജനങ്ങളോട് വേർപാട് എന്നാണ്. ഇഷ്ടജനങ്ങളോട് ഒരുമിച്ച് നിൽക്കാൻ സംഗതി ഇല്ലാത്ത ആളാവാം. അതുകൊണ്ടാണ് നമ്മളെ അച്ഛനെയും അമ്മേനെയും സ്വന്തം രാജ്യത്തിനൊക്കെ വിട്ടിട്ട് കാട്ടിൽ വനവാസത്തിൽ പോകേണ്ട ആവശ്യം വന്നത്. എന്താ വെച്ചാല് ആളുടെ ജാതകത്തിൽ 10ലാണ് സൂര്യൻ നിൽക്കുന്നത്. അത് നിമിത്തം മനോവിഷമങ്ങൾ ഉണ്ടാവുക, അതൊക്കെയാണ് ഫലം. പിന്നെ പക്ഷെ 10ല് സൂര്യൻ എന്ന വേറൊരു ഫലം എന്താ വെച്ചാല് എല്ലാ യുദ്ധത്തിലും വിജയിക്കുക എന്നാണ്. എല്ലാ യുദ്ധത്തിലും വിജയിക്കുന്ന ആളാണ്. അതേപോലെ ചന്ദ്രൻ ലഗ്നത്തിലാണ്. ചന്ദ്രൻ ലഗ്നത്തിൽ വന്നു കഴിഞ്ഞാൽ പല ഫലങ്ങളും പറയുന്നുണ്ട്. പക്ഷെ എന്താണ് ചന്ദ്രൻ ലഗ്നത്തിൽ എന്നിട്ട് ആ ലഗ്നം കർക്കിടക ലഗ്നം ആയി കഴിഞ്ഞാൽ ധനവാനാവും എന്നാണ്. പിന്നെ അതേപോലെ 7 ചൊവ്വ നിൽക്കുക. അപ്പൊ 7 ചൊവ്വ വന്നു കഴിഞ്ഞാല് വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്നതാണ്. അത് ശ്രീരാമസ്വാമി അങ്ങനെ തന്നെയാണ്. സീതാദേവിനെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ യാത്ര ചെയ്തിട്ടാണ് ആ സ്ഥലത്ത് എത്തിയിട്ടാണ് വില്ലൊക്കെ ഒടിച്ച് നമുക്ക് ശ്രീരാമസ്വാമി സീതാദേവിനെ വിവാഹം ചെയ്യുന്നത്. ഭാര്യ വിയോഗം കൂടി ഫലമുണ്ട് 7 ചൊവ്വ വന്നു കഴിഞ്ഞാൽ. ശ്രീരാമസ്വാമിയുടെ ജാതകത്തിൽ 7 ചൊവ്വയാണ്. അപ്പൊ ഭാര്യ വിയോഗം, അപ്പൊ ഭാര്യനെ വിട്ടു പിരിഞ്ഞ് കുറച്ചു കാലം നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് രാവണൻ സീതാദേവിനെ തട്ടിക്കൊണ്ടുപോയി കുറെ സമയത്ത് നിൽക്കേണ്ടി വന്നു. പിന്നെ 11ല് ബുധനാണ്. ശരീരത്തിന് കാന്തിയും ബ്രാഹ്മണന്മാർക്ക് എത്ര ആവശ്യിച്ച അത്രയും ദാനം ചെയ്യുന്ന ആളാവുക. 11ല് ബുധൻ എന്ന് കഴിഞ്ഞാൽ. ലഗ്നത്തില് വ്യാഴം തന്റെ ഗുണങ്ങളെ കൊണ്ടും അന്യന്മാര് മാനിക്കപ്പെടുന്നതാണ്. യോഗ്യതയുള്ള ആളാവുന്നതാണ്. ദേവന്മാരായാലും ദേവന്മാരുടെ പോലെ അത്രയും ശരീരഭംഗിയുള്ള ആൾ, ആർക്കും ഇഷ്ടപ്പെടുന്ന ആളാവുക, അത്രയും സൗന്ദര്യമുള്ള ആളാവുക എന്നാണ് അതിന്റെ ഫലം കേട്ടോ. പിന്നെ ശുക്ര 9ലാണ്. അപ്പൊ ധർമ്മിഷ്ഠനാവാണ്. ധർമ്മം വിട്ടിട്ട് ഒന്നും ചെയ്യില്ല ആള്. അതാണ് ധർമ്മം പരിപാലിക്കുന്ന ആളാണ്. ധർമ്മിഷ്ഠൻ എന്നാണ്. ധർമ്മത്തിന് വേണ്ടി ഏതറ്റം വരെ പോരാടും, അങ്ങനത്തെ ആളാണ്. അത് 9ല് ശുക്രം എന്നുള്ള അതിന്റെ ഫലമാണ് അതിന്റെ ധർമ്മിഷ്ഠൻ എന്നുള്ളത്. പിന്നെ ശനി 4ലാണ് നിൽക്കുന്നത്. അച്ഛന്റെ വകയായിട്ടുള്ള ഗ്രഹം ധനം ദൂരെ പോകും എന്നാണ് അതിന്റെ ഫലം. എന്താ വെച്ചാല് അപ്പൊ കാട്ടില് പോകേണ്ട ആവശ്യമൊക്കെ വനവാസമൊക്കെ വന്നല്ലോ. അപ്പൊ സ്വന്തം അച്ഛനെയും അമ്മയെയും അതേപോലെ സ്വന്തം ഗൃഹത്തിനെയൊക്കെ വിട്ടിട്ട് ദൂരെ പോകേണ്ട ഫലം. അതെന്തുകൊണ്ടാ വെച്ചാൽ ജാതകത്തിൽ 4 ശനി വന്നുണ്ട്. അതുപോലെ തനിക്ക് അപവാദം കേൾക്കും. എന്താ വെച്ചാല് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ പറയണ്ടല്ലോ ശ്രീരാമസ്വാമി ഉത്തമ പുരുഷനാണ്, എന്നിട്ട് ബാലീനെ വധിച്ചല്ലോ, അങ്ങനെ അപവാദം കേൾക്കേണ്ടി വന്നു. അങ്ങനെ അപവാദമൊക്കെ കേൾക്കേണ്ടി വന്നത് എന്താ വെച്ചാല് എന്താണ് 4ല് ശനി വന്നാൽ അതിന്റെ ഒരു ഫലമാണ് അപവാദം കേൾക്കുക എന്നുള്ളത്. പിന്നെ ഈ രാഹു 6ലാണ് നിൽക്കുന്നത്. 6ല് രാഹു നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഫലം പറയണ എന്താ വെച്ചാല് ശത്രുക്കള് നാട് വിട്ട് കാട്ടിൽ പോയി പാർത്താല് ആ കാട് ഭസ്മാക്കുന്നതാണ്. അത്രയും പവറാണ് ആളുടെ. എന്താ വെച്ചാല് സ്വന്തം ശത്രുക്കള് യുദ്ധത്തിൽ തോറ്റിട്ട് കാട്ടിൽ പോയി താമസിച്ച ആ കാട് വരെ ഭസ്മാക്കും. അതാണ് 6ല് രാഹു നല്ല ഫലം. ആളുടെ ജാതകത്തിൽ 6ല് രാഹു. അതേപോലെ 12ല് കേതു. 12ല് കേതു എന്ന് കഴിഞ്ഞാല് യുദ്ധത്തിൽ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്. ഒരാൾക്കും ആളായിട്ട് യുദ്ധത്തിൽ ജയിക്കാൻ പറ്റില്ല. അത്രയും പവറാണ് ആള്. അത്രയും ഇത്രയും കാര്യങ്ങളാണ് ശ്രീരാമസ്വാമിനെ കുറിച്ച് പറയാനുള്ളത്. രാമായണത്തിൽ അത്രയും
വളരെ ശ്രേഷ്ഠനായോ അതേപോലെ ധർമ്മിഷ്ഠനായിട്ടും ധർമ്മം പരിപാലിക്കാൻ വേണ്ടിയിട്ടും ശ്രീരാമസ്വാമി ശരിക്ക് ഈ രാമായണത്തിലൂടെ നമുക്ക് കാണിച്ചു തരേണ്ട ഒരു ഉത്തമ പുരുഷനായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഉത്തമ പുരുഷൻ നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ശ്രീരാമസ്വാമി രാമായണത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്.